നമസ്കാരം. വെൽത്ത് വ്യൂസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ വളർച്ചയുടെ പടവുകൾ കയറുന്ന വാർത്തകൾ അനുദിനമെന്നോണം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 1990-കൾക്ക് മുമ്പുള്ള അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. 90-കളിൽ കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് രാജ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വളരെ വലുതായിരുന്നു. നരസിംഹറാവുവും ഡോക്ടർ മൻമോഹൻ സിംഗും നേതൃത്വം നൽകിയ കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ചട്ടക്കൂട് ഒരുക്കിയത് എന്ന് പറയാം. അവർ തെളിച്ച ആ വഴിയിലൂടെയാണ് ആധുനിക ഇന്ത്യ രൂപപ്പെട്ടത്. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ, ആ യാത്രയിൽ രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായക സംഭാവനകൾ നൽകിയ ചില മേഖലകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നിവിടെ. എന്റെ പേര് രഞ്ജിത്ത്. എന്നോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രവീണും ജിൻസും. ജിൻസ്, നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ആധുനിക കാലത്ത് എപ്പോഴും ഇന്ത്യ വളരുന്നു, വലിയൊരു ആഗോള ശക്തിയായി മാറുന്നു, ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യ എന്നൊരു ബ്രാൻഡ് അത് എത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡ് രൂപപ്പെട്ടിട്ടുണ്ടോ ലോകരാജ്യങ്ങളുടെ ഇടയിലും ലോകത്താകമാനം? ഇന്ത്യ എന്നൊരു ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ ഒരു വളർച്ചയുടെ ഒരു അടുത്ത ഘട്ടം, ഒരു സൂപ്പർ പവർ എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് ഇന്ത്യയുടെ ഒരു ഇക്കണോമിക് ഗ്രോത്തിനെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ്. ഇക്കണോമിക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കഴിഞ്ഞ ആദ്യം പറഞ്ഞ ഒരു ബേസിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കൈവരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരു GDP-യുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇപ്പോൾ ഇന്ത്യ. US-ഉം ചൈനയും ജപ്പാനും ജർമ്മനിയും കഴിഞ്ഞാൽ. അപ്പോൾ ഏതാണ്ട് 4 ട്രില്യൺ US ഡോളറിലേക്ക് നമ്മളുടെ ഒരു GDP എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ താമസമില്ലാതെ ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളെ നമ്മൾ മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ചൈനയും US-ഉമായിട്ടുള്ള ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. എങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു വളർച്ച, ഒരു ദ്രുതഗതിയിലുള്ള ഒരു GDP വളർച്ച തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു നേട്ടമാണ് GDP-യുടെ കാര്യത്തിൽ. അങ്ങനെ ഒപ്പം ഇപ്പോ നിലവിലെ കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും വേഗത്തിൽ വളരുന്ന ലോകത്തെ മേജർ ഇക്കോണമി എന്ന് എപ്പോഴും വിലയിരുത്തപ്പെടുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഈ 2024-25 കാലഘട്ടത്തിൽ ഇനി അല്ലെങ്കിൽ വരുമ്പോൾ പിന്നെയുള്ള വർഷങ്ങളിൽ ഒരു സാമ്പത്തിക അസ്ഥിരതയൊക്കെ പറയുമ്പോഴും ഇന്ത്യക്ക് ഒരു 6% കൂടുതൽ വളർച്ച അവര് പറയുന്നു. പിന്നെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും നമ്മളുടെ ഒരു സമ്പദ്ഘടനയെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ GDP-യുടെ ഒരു 70% നമ്മുടെ ആഭ്യന്തര ഉപഭോഗം കൊണ്ടുണ്ടാവുന്ന ഒരു വളർച്ചയാണ് GDP-യുടെ. മറ്റ് ഏത് ഇക്കോണമി നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ആഭ്യന്തര വിപണിയുടെ ആ ഒരു സംഭാവന ഇത്രയില്ല. അപ്പൊ അത് ഇന്ത്യക്ക് എപ്പോഴും ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള അസ്ഥിരതകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ഒരു സഹായമായിട്ട് എപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വലിയ തോതിലുള്ള ഗ്രോത്ത് ഉണ്ട്. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പോളിസികൾ അതിന് സഹായകമാണ്. 800 ബില്യൺ ഡോളറിലേക്ക് ആവുന്നു. നമ്മുടെ ഫോറിൻ റിസർവ് വളരെ ശക്തമായിട്ടുള്ള നിലയിലാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പൊ അതിന് എല്ലാം പ്രധാനമായിട്ട് ഒരു കാരണമായിട്ട് ഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ, നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ്. നമ്മുടെ ജനസംഖ്യയുടെ ഒരു 65%, 35 വയസ്സിൽ താഴെയുള്ളവരാണ്. മറ്റ് ഒരു ഇക്കോണമിക്ക് ഇല്ലാത്തൊരു വലിയ നേട്ടമാണ്. ആ ഒരു അഡ്വാൻറ്റേജ് 2070 വരെ തുടരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇനി ഇന്ത്യ ഒരു അൾട്ടിമേറ്റ്ലി ഒരു ഗ്ലോബൽ സൂപ്പർ പവർ എന്നുള്ള രീതിയിലേക്ക് വളരുന്ന പറയുന്ന ഒരു അടിസ്ഥാന ഘടകം. അപ്പം മറ്റു കാര്യങ്ങൾ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഡെവലപ്മെന്റ്, ഒരു വൻതോതിലുള്ള ഡിജിറ്റൽ റെവല്യൂഷൻ, നമ്മൾ UPI പോലുള്ള ഒരു പ്രോഡക്റ്റ് ഒരു ആഗോളതലത്തിലുള്ള ഒരു വലിയൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം. ഒപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഡിപ്ലോമസി ലെവലിലുള്ള വളരെ സ്ട്രാറ്റജിക്കും അഗ്രസീവ് ആയിട്ടുള്ള ഇടപെടലുകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു ലെവലിലേക്ക് ബ്രാൻഡ് പോലെ വളർന്നിട്ടുണ്ട്. ഞാനിപ്പോ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് വന്ന ICRA-യുടെ റിപ്പോർട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ സമസ്ത മേഖലകളിലും കുതിക്കുന്നു എന്നുള്ളതാണ്.
കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടുകൾ വരുമ്പോൾ വലിയ മുന്നേറ്റം ഇന്ത്യ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. ഒരുവേള നമ്മൾ ഈ 90-കളിലും 91-ലേക്ക് ആ ഒരു സാമ്പത്തിക പരിഷ്കാരത്തെ കുറിച്ച് എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ്. ആ പരിഷ്കാരങ്ങൾ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു കുതിപ്പില് അത് എത്രത്തോളം ചാലകശക്തിയായി മാറിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. 1991-92 കാലഘട്ടങ്ങളിൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ തികച്ചും മോശമായിരുന്നു. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആകട്ടെ, ഫിസിക്കൽ ഡെഫിസിറ്റ് ആകട്ടെ, എല്ലാം തന്നെ അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ ഇൻഫ്ലേഷൻ തന്നെ അന്ന് ഏകദേശം 14% മുകളിലായിരുന്നു ഇൻഫ്ലേഷൻ. ആ ഒരവസ്ഥയിൽ വേറൊരു നിലനിൽപ്പില്ല എന്നുള്ളൊരു ഇത് നോക്കുക. ഇപ്പൊ ഈ അടുത്ത് ഗ്രീസിനും പോർച്ചുഗലിനും എല്ലാം വന്നിരുന്നതിന് കുറച്ചുകൂടി ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ എക്കണോമി നീങ്ങിയിരുന്ന സമയത്താണ് നമ്മൾ ഈ ഗോൾഡ് വിദേശ രാജ്യങ്ങളിലേക്ക് പണയം വെക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വന്നത്. അവിടെ വെച്ച് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടായെങ്കിലും നമ്മൾ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളത് അന്ന് വളരെയേറെ വിവാദമായ ഒരു ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ LPGയുടെ ആ ഒരു ആവിർഭാവം. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓവറോൾ ഡെവലപ്മെന്റ് നമ്മുടെ രാജ്യത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിനു മുമ്പ് ഒരു തൊഴിൽ മേഖല മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഗവൺമെന്റ് സെക്ടറിന് മാത്രമായിരുന്നു. ഇന്ന് തൊഴിൽ മേഖലയിൽ പ്രൈവറ്റ് സെക്ടറിന്റെ ഒരു പ്രാതിനിധ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും കാതലായിട്ടൊരു മാറ്റം തന്നെ സംഭവിച്ചത്. ആ ഒരു പോളിസി ചേഞ്ചും അതിലേക്ക് മാറാനുള്ള ജനങ്ങളുടെ ഒരു എന്താ പറയുക, അവര് പതുക്കെയാണെങ്കിലും അതിലേക്ക് അവർ മാറി ഷിഫ്റ്റ് ചെയ്തു. ആ ഒരു ഷിഫ്റ്റിങ്ങിലെ ഒരു ഈസിനെസ്സും കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ ഇൻഫ്ലേഷൻ 6% അടുത്താണ് ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് നിൽക്കുന്നത്. ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നത് ജപ്പാനിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഇനിയും കുറയണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് മുഴുവൻ വന്നിരിക്കുന്ന ഒരു അച്ചുതണ്ട് എന്ന് പറയുന്ന ആ LPG എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നുകൊണ്ടാണ്. അതായത് നമ്മളിപ്പോ ക്ലോസ്ഡ് എക്കണോമിയിലേക്ക് മറ്റു രാജ്യങ്ങൾ മൂവ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഈ പറയുന്ന LPGയുടെ മാക്സിമം ബെനിഫിറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബെനിഫിറ്റ്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഏത് മേഖലയായിട്ട് സമസ്ത മേഖലകളിലും ഒരു പുരോഗമനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് മേഖലയാവട്ടെ, IT സെക്ടറിലാവട്ടെ, ഈവൻ സ്പോർട്സിൽ വരെ ഇന്ത്യയുടെ ഒരു മേധാവിത്വം പല ഭാഗങ്ങളിലും നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ ഓവറോൾ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്തിരിക്കുന്ന ആ 91-92 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ പാരഡൈം ഷിഫ്റ്റിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഒരു ബെനിഫിറ്റ്സ് എല്ലാം ചെയ്യുന്നത്. ഇന്നിപ്പോ നമ്മൾ ലോകത്തിലെ 5ാം സാമ്പത്തിക ശക്തിയായി നമ്മൾ എക്സ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ബാലൻസ് ഓഫ് പേയ്മെന്റ് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇപ്പോഴും ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ത്യ മികച്ചൊന്നും ആയിട്ടില്ലെന്ന് പറയാം. പക്ഷെ എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ മാനുഫാക്ചറിംഗ്, സർവീസ് ഇൻഡസ്ട്രി, നമ്മുടെ സർവീസ് ഇൻഡസ്ട്രി ലോകത്തിൽ തന്നെ മികച്ച സർവീസ് ഇൻഡസ്ട്രികളൊന്നാണ്. എക്സ്പോർട്ട് ലെവലിലെല്ലാം തന്നെ ആ ചേഞ്ചസ് വരുമ്പോൾ അതിനെല്ലാം കാരണമായിട്ടുള്ളത് ഈ പറയുന്ന എക്കണോമിക് ചേഞ്ചസ് അന്ന് കൊണ്ടുവന്നത്. അന്നത്തെ ഒരു ചേഞ്ച് വന്നെന്ന് പറഞ്ഞാൽ 91-ന് ശേഷം പിന്നീട് വന്ന 1ാം മൻമോഹൻ സിംഗ് സർക്കാർ, ആ കാലഘട്ടത്തിലും ചില ദ്രുതഗതിയിലുള്ള ചില നീക്കങ്ങൾ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ എടുക്കും. അതിന്റെ ഒരു ഫലമൊക്കെ ഉണ്ടായിട്ടില്ലേ? വീണ്ടും ഇപ്പോഴത്തെ ഈ ഒരു കുതിപ്പിലോട്ട് ശക്തി വർദ്ധിച്ചു വരുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ 91-ൽ അതേപോലെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ആ ഒരു വ്യവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മാറ്റമില്ലാത്ത ഒന്നുമില്ല എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്, അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനം നമുക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഏത് വ്യവസ്ഥയുടെ ഭരണ സംവിധാനമാണെങ്കിലും ഈ ഒരു മാറ്റത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാനുള്ള ഒരു പാത അവർ തുറന്നു കൊടുക്കുന്നുണ്ട്. അത് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, അവരെല്ലാവരും തന്നെ അത് ചെയ്യുന്നുണ്ട്. മൻമോഹൻ സിംഗിന്റെ ആ UPA 2 ഗവൺമെന്റുകളും ചെയ്തിരുന്ന എക്കണോമിക് പോളിസികളെല്ലാം തന്നെ ഡെവലപ്മെന്റിൽ അധിഷ്ഠിതമായിട്ടുള്ള പോളിസികളാണ്. എന്നും തന്നെ നമുക്കിപ്പോ 91-ന് ശേഷം വന്നിരിക്കുന്ന വളരെ കുറച്ച് ഗവൺമെന്റുകൾക്ക് മാത്രമേ ഒരു സ്റ്റെബിലിറ്റി കുറവ് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ബാക്കി സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടായിരുന്നുള്ളതാണ് നമുക്ക് പിന്നീട് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗുണം. 96-2000 കാലഘട്ടങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. സ്റ്റേബിൾ ഗവൺമെന്റിന്റെ ആബ്സെൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒന്ന് പിന്നെയും സ്ലോ ഡൗൺ ചെയ്തെങ്കിൽ പിന്നീട് ബാക്കിയുള്ള സമയത്ത് ആ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ സമയത്ത് വരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേബിൾ ഗവൺമെന്റ് ആയിരുന്നു, നമ്മുടെ എക്കണോമിക് പോളിസീസ് എല്ലാം ആയിരുന്നു. ആ സമയത്ത് മൻമോഹൻ സിംഗ്, അതായത് 91-ൽ ഈ പറയുന്ന മാറ്റങ്ങൾക്ക് ചൂട് കഴിച്ച മൻമോഹൻ സിംഗ് ആയിരുന്നു നമ്മുടെ രാജ്യത്തിന് ചുറ്റാൻ പറ്റുന്നത്. അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ഡിജിറ്റൽ റെവല്യൂഷന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആധാർ സിസ്റ്റമാണ്. അപ്പൊ അത് നടപ്പാക്കുന്നതിലും ഈ പറഞ്ഞ മറ്റേ ഒരു UP ഗവൺമെന്റിന്റെ ഒരു വലിയ പങ്കുണ്ടായിരുന്നു.
അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് നമുക്ക് ഈ പറയുന്ന ഒരു ഡിജിറ്റൽ റെവല്യൂഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് പല കാര്യങ്ങൾക്കും സാധിച്ചത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ വളർച്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ചില മേഖലകൾ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യേണ്ട മേഖലകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, IT സെക്ടറിന്റെ ഒരു വളർച്ച. ഈ 2000-ന് ശേഷം IT സെക്ടറിലുണ്ടായ വലിയ വളർച്ച ഇന്ത്യ എന്ന രാജ്യത്ത് സങ്കല്പിക്കാനാവുന്നതിലധികം വലിയ തൊഴിൽ നൽകിക്കൊണ്ട് അനേകം സ്റ്റാർട്ടപ്പുകൾക്ക് ജന്മം നൽകി വലിയൊരു IT വിപ്ലവം രാജ്യത്തുണ്ടായി. മറ്റൊന്ന്, ഡിഫൻസ്, പ്രതിരോധ മേഖലയിലുണ്ടായ വലിയ മുന്നേറ്റം. അത് നമ്മുടെ രാജ്യത്ത് ആയുധങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുന്നതിൽ തുടങ്ങി, തൊഴില് നൽകുന്നതിൽ തുടങ്ങി, വിദേശ നാണ്യം ആകർഷിക്കുന്നതിൽ വരെ എത്തി. പല വിധത്തില് സമഗ്രമായ വളർച്ചയ്ക്ക്, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന രണ്ട് മേഖലകളായി IT ഈ പ്രതിരോധവുമാണ്. IT-യുടെ പ്രതിരോധത്തിന്റെ ആ രണ്ട് സെക്ടറുകളുടെ ഒരു ഭാവി എന്തായിരിക്കും, അതിന്റെ സാധ്യതകൾ എന്തായിരിക്കും? നമ്മള് IT യെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ GDP-യുടെ ഒരു 8%, 7.5%-ലധികം സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ്. നമ്മുടെ സർവീസ് റവന്യൂവിന്റെ, സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ അങ്ങനെയെല്ലാം വരുമല്ലോ. അപ്പൊ അതില് ആ ടോട്ടൽ നമ്മുടെ സർവീസ് റവന്യൂവിന്റെ 50%-ലധികം IT-യുടെ സംഭാവനയാണ്. $200 ബില്യൺ വരുമാനം ഇന്ത്യക്ക് പ്രതിവർഷം നേടിത്തരുന്ന ഒരു മേഖലയാണ് IT BPO സെഗ്മെന്റിൽ ഒരുമിച്ച്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വലിയ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ജനറേഷന്റെ കാര്യത്തിൽ 54 ലക്ഷം 55 ലക്ഷം ആളുകൾ തൊഴിലെടുക്കുന്ന മേഖലയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയാണെങ്കിലും ഒരു എന്താ പറയാ, ഒരു വാല്യുബിൾ സോഫ്റ്റ്വെയർ സർവീസ് എന്നുള്ള ഒരു സെഗ്മെന്റിൽ ഇന്ത്യക്ക് എതിരാളികൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നുള്ള ആ ഒരു മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളെക്കാൾ വളരെ മുൻപിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ TCS പോലുള്ള മേഖലയിലെ ഏറ്റവും വലിയ കമ്പനികൾ. കഴിഞ്ഞ വർഷങ്ങളിലും ഇനി വരും ഈ അടുത്ത നാളുകളിലും ഒക്കെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലോബൽ ഗ്രോത്തിന്റെ ഒരു 2 times ഗ്രോത്ത്, ഒരു ഡബിൾ ഗ്രോത്ത് ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ച് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്ന ഒരു സാഹചര്യം. അപ്പൊ ഒരു ഗ്രോത്ത് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേസമയം ചലഞ്ചസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ AI പോലുള്ള മേഖലകളുടെ ഒരു വരവ്, അപ്പൊ അത് IT സെക്ടറിനെ അല്ലെങ്കിൽ ഒരു താഴേക്കിടയിലുള്ള ജോലികളെ ബാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ എങ്കിലും നമ്മൾ ഈ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പോലുള്ള ഒരു സെക്ടറുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോഴും അതിൽ കൂടുതൽ പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞുള്ളത്. അതേസമയം നമ്മള് ഇപ്പോ മറ്റു ചില ഘടകങ്ങൾ, ഇപ്പോ US ഉണ്ടാകുന്ന ഒരു ഭരണമാറ്റം, അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഈ IT സെക്ടറിനെ ബാധിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. അവിടെ H1B വിസ, അതിലെ നിയന്ത്രണം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രംപ് പുതുതായിട്ട് വരുമ്പോൾ കൂടുതൽ കർശനമാക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം ഒരു താരിഫ്, ഒരു 20% വരെയുള്ള താരിഫ് അഡീഷണൽ ആയിട്ട് ഇന്ത്യൻ കമ്പനികളുടെ മേൽ പറയുന്നു. അപ്പോ ഈ താരിഫ് വരുമ്പോൾ അത് ഇവരുടെ കോസ്റ്റ് സ്ട്രക്ചറിങ്ങിനെയും തുടർന്നുള്ള റിക്രൂട്ട്മെന്റിനെയൊക്കെ അവർക്ക് ചലഞ്ചിങ് ആവാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ പറഞ്ഞ H1B വിസ പോലുള്ള കാര്യങ്ങൾ, അത് ലീഡിംഗ് IT കമ്പനികളെ സംബന്ധിച്ച് അവർ ഈ ഒരു പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവര് US-ൽ നിന്ന് തന്നെയുള്ള റിക്രൂട്ട്മെന്റ് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചു. ഇപ്പൊ TCS-ന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 6 ലക്ഷത്തോളമാണ് അവരുടെ മൊത്തം എംപ്ലോയീസിന്റെ എണ്ണം. അപ്പൊ അതില് ഒരു 45,000 50,000, അപ്പൊ ഒരു 8-9% എംപ്ലോയീസ് US-ന്ന് കാനഡയുമായിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു 3.5 ലക്ഷത്തോളം എംപ്ലോയീസ് മൊത്തം ഉള്ളതിൽ ഒരു 35,000 പേര്, ഏകദേശം 10% US-ന്ന് അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതാണ് IT മേഖലയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. ഡിഫൻസിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ ശൈശവദിശയിലായിരുന്നു നമ്മളുടെ ഒരു അവസ്ഥ. ഒരു 10 വർഷം 2013-14 കാലഘട്ടത്തിൽ നമ്മളുടെ ഡിഫൻസ് നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നു എന്നും, പക്ഷെ നമ്മൾ വല്ലാതെ ഇതിനെ ഒരു ഇമ്പോർട്ടന്റ് ബേസ് ചെയ്തിട്ടാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിന്നിരുന്നത്. അന്ന് നമുക്ക് ചെറിയ തോതിൽ എക്സ്പോർട്ട് ഉണ്ടായിരുന്നു, വെറും 600 കോടി രൂപയുടെ എക്സ്പോർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷെ കഴിഞ്ഞ ഈ പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ കാലത്ത് അതിൽ വലിയ ഫോക്കസ് വരികയും വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ
നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് 21,000 crore. അപ്പൊ അത്രയും വലിയൊരു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്നാഥ് സിംഗ് അമേരിക്കയിൽ എത്തിയ ഒരു എഗ്രിമെന്റിലേക്ക് അമേരിക്കയായിട്ടൊക്കെ ഏർപ്പെടുകയുണ്ടായി. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന മൂല്യത്തിന് തുല്യമായ ഐറ്റം പ്രതിരോധ വസ്തുക്കൾ തിരിച്ച് കയറ്റുമതി ചെയ്യണം എന്നുള്ള അഗ്രിമെന്റ് ഒക്കെ അമേരിക്കയായിട്ടുണ്ടായി. അങ്ങനെ വലിയ ഇടപെടൽ ഇപ്പൊ ഡിഫൻസ് മേഖലയിൽ നടക്കുന്നുണ്ട്. പ്രവീണ, ഈ എന്താണ് കരുതുന്നത് നമ്മുടെ ഒരു വളർച്ചയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ, രാജ്യത്തിന്റെ വളർച്ചയിൽ പ്രതിരോധവും IT സെക്ടറും തന്നെ ആയിരിക്കും ഒരു കീ റോള് അതിൻ്റെ അകത്ത് വഹിക്കാനുണ്ടാവുക? നമുക്കങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ IT സെക്ടറും ഡിഫൻസ് രണ്ടും നമ്മുടെ കാര്യമായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടേഴ്സ് ആണ്. അത് IT-യുടെ കോൺട്രിബ്യൂഷൻസ് വളരെ കുറെ നാളുകളായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമ്മുടെ IT പ്രമുഖരായ TCS, ഇൻഫോസിസും എല്ലാം അവർക്കെല്ലാം ഓഫീസ് ക്യാമ്പസുകളും ബാക്കിയുള്ള കാര്യങ്ങളും തന്നെയാണ്. അതുപോലെ അവരുടെ ഒരു ക്ലയന്റ് ബേസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ ഇന്ത്യൻ ക്ലയൻസിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലയൻസിന്റെ അത്രയും തന്നെ വിദേശ കസ്റ്റമേഴ്സും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് വരുമ്പോൾ അവരുടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എക്സ്പോർട്ട് റവന്യൂ തന്നെയാണ്. നമുക്ക് ഫോറിൻ കറൻസി, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ദൃഢപ്പെടുത്താനുള്ള ഒരു IT സെക്ടറിന്റെ റോള് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. IT സെക്ടർ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 15% മുകളിൽ ഇയർ ഓൺ ഇയർ റവന്യൂ ഗ്രോത്ത്, ഇൻകം ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു മേഖലയാണ് IT. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ IT-യുടെ ഗ്രോത്ത് എടുത്ത് നോക്കിയാൽ എല്ലാ IT തന്നെ സബ് സെക്ടേഴ്സ് പലതുണ്ട്. ആ സബ് സെക്ടേഴ്സിൽ ചിലത് നഷ്ടത്തിലായിരിക്കാം. പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ലാഭത്തിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ലാഭത്തിൽ കൊടുക്കുന്ന കമ്പനികളുടെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് IT മേഖലയിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രണ്ടാമത് പറഞ്ഞ ഡിഫൻസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് റീസെന്റ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ന്യൂസ് പറഞ്ഞ പോലെ ഡിഫൻസ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ അതല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് നിന്നുള്ള പുതിയ പുതിയ പ്രൊജക്ടുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ പുതിയ ഗവൺമെന്റ് പുതിയ പ്രപ്പോസലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഡിഫൻസ് സെക്ടറിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആധിപത്യം ഇപ്പോഴും അതെ പബ്ലിക് സെക്ടർ കമ്പനികളുടെ തന്നെയാണ്. കാരണം 12 പബ്ലിക് സെക്ടറുകൾ, 4 ഷിപ്പ് യാർഡുകളും, പബ്ലിക് സെക്ടറും ഷിപ്പ് യാർഡുകളും അടങ്ങുന്ന ഒരു മേഖലയാണ് ഡിഫൻസ് സെക്ടർ. പക്ഷെ അവിടെ ഇപ്പൊ 360-ലധികം കമ്പനികൾ അല്ലെങ്കിൽ ലൈസൻസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് സെക്ടറിലും സ്റ്റാർട്ടപ്പുകളിലും MSME-കളിലുമായിട്ട് അത് വ്യാപിച്ച് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് ആകട്ടെ അതല്ലെങ്കിൽ മെയിൻ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് ആകട്ടെ ഇതിലെല്ലാം തന്നെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷനിലേക്കും ഡിഫൻസ് സെക്ടർ ഇപ്പോൾ വ്യാപകമായിട്ട് കടന്നു കഴിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഭാവിയിൽ IT-യെ പോലെ തന്നെ അത്രയും തന്നെ മികച്ചൊരു സേവനദാതാവായിട്ട് എക്സ്പോർട്ടിംഗിലേക്ക് ഡിഫൻസ് സെക്ടർ കൂടി വരാമെന്നുള്ളതാണ്. ജിൻസ് നേരത്തെ പറഞ്ഞ 21,000 കോടി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്സിന്റെ കാര്യത്തിൽ 19ാം സ്ഥാനത്തങ്ങാണ്ട് നമ്മൾ നിൽക്കുന്നുള്ളൂ ഈ എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ ഡിഫൻസ്. പക്ഷെ ഭാവിയിൽ അത് നമ്മുടെ ആധിപത്യം, അതായത് നമ്മളിപ്പോ എക്കണോമിക് പവർ ആയിക്കൊണ്ടിരിക്കുന്ന രീതിക്ക് ഇവിടെ ഡിഫൻസ് സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഗവൺമെന്റ് കൊണ്ടുവരാനുള്ള സാധ്യത അടുത്ത ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ഡിഫൻസ് സെക്ടറിലേക്ക് കുറച്ചുകൂടി കൂടുതൽ അലോക്കേഷൻസ് വരുന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും അത് ഉരുത്തിരിഞ്ഞ് നമ്മുടെ എംപ്ലോയ്മെന്റ് ഓവറോൾ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഡിഫൻസ് സെക്ടറിന്റെ ആത്യന്തിക ലക്ഷ്യം അത് എന്തും ആയിക്കോട്ടെ, പക്ഷെ അത് കൊണ്ട് ഉണ്ടാവുന്ന അതിനെ ചുറ്റിപ്പറ്റി വരുന്ന ഡെവലപ്മെന്റ്സ് തീർച്ചയായിട്ടും നമുക്ക് ഗുണമായിരിക്കും. ഡിഫൻസ് സെക്ടറിന്റെ ഒരു ഫ്യൂച്ചർ കാണിക്കുന്നതായിരിക്കും ഈ ഓഹരി വിപണിയിലൊക്കെയുള്ള ഡിഫൻസ് ഓഹരികളുടെ വലിയ മുന്നേറ്റമൊക്കെ. എന്താ ഡിഫൻസ് ഓഹരികളുടെ ഒരു മുന്നേറ്റം ഈ കഴിഞ്ഞൊരു 6 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസം 6-നും 12-നും ഇടയ്ക്കുള്ള ആ ഒരു മാസകാലഘട്ടങ്ങളിൽ ഒരു മറ്റ് മുൻപെന്നും കാണില്ലാത്ത പോലെ ഒരു വല്ലാത്തൊരു കുതിപ്പാണ് ഉണ്ടായിരുന്നത്. ആ ഒരു കുതിപ്പ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഹൈപ്ഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വാല്യുവേഷന് ഒരു കാരണവശാലും ജസ്റ്റിസ് നീതീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മുന്നേറ്റമായിരുന്നു പല കമ്പനികളും. ഈവൻ പബ്ലിക് സെക്ടർ കമ്പനികളിലും ഉണ്ടായിരുന്ന കുതിപ്പ് വരെ ആ വിധത്തിലായിരുന്നു. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മാർക്കറ്റിലുള്ള ഒരു കറക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഈ മേഖലയിൽ വന്നിരിക്കുന്ന 10 മടങ്ങ് രൂപത്തിലാണ് കറക്ഷൻ വന്നിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ടോട്ടലിൽ ഒരു 10% കറക്ഷൻ വന്നിട്ടുണ്ട്, 10% വന്നിട്ടുണ്ട്. പക്ഷെ ഈ മേഖലയിലുള്ള ചില ഓഹരികളിൽ 50% മുകളിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ കേരള ബേസ് ചെയ്തിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികൾ 3000-ന് അടുത്ത് വരെ റേഞ്ചിൽ എത്തി കഴിഞ്ഞപ്പോൾ 1300 താഴെയാണ് ഇപ്പോൾ റെഡി. 50%-ലധികം കറക്ഷൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ വാല്യുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കറക്ഷൻ മാർക്കറ്റിൽ എന്നും ഒരു മാർക്കറ്റിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് വാല്യുവേഷൻ കൊണ്ടുവരുമ്പോഴാണ് ഒരു മാർക്കറ്റിലേക്ക് എത്തുന്നത് നോക്കിയായിരിക്കാം. ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ അതായിരിക്കും നല്ലത്. കാരണം ഉയർന്ന വാല്യുവേഷനുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് പൊതുവെ നഷ്ടമായിരിക്കും വരുന്നത്. അതിലും നല്ലത് തിരിച്ച് ഒരു നിയർ വാല്യുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വാല്യുവേഷനിലേക്ക് അതിന്റെ അടുത്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നീട് വരുന്ന ഈ മേഖലയിൽ വരുന്ന
അനൗൺസ്മെന്റുകൾ, ഗവൺമെന്റ് അനൗൺസ്മെന്റുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ മേഖലയിലെ ഓഹരികളെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രതീക്ഷിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഓഹരികൾ ഈ ഡിഫൻസ് മേഖലയിലാകട്ടെ അല്ലെങ്കിൽ IT മേഖലയിലെ കമ്പനികൾ, ആ കമ്പനികളുടെ ഇടപെടലുകൾ മൂലം ഉണ്ടാകുന്ന ഒരു വിദേശ നാണ്യശേഖരത്തിലെ കുതിപ്പ്, അതിനെ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുക? കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരത്തിൽ വലിയ ഉയർച്ച ഉണ്ടായിരുന്ന എല്ലാ ആഴ്ചയും പുതിയ പുതിയ വാർത്തകളൊക്കെ വരുന്ന കാലഘട്ടമാണ്. അതിൽ ഈ കമ്പനികളുടെ സ്വാധീനം തീർച്ചയായിട്ടും നമ്മുടെ IT സെക്ടറിൽ ഇപ്പൊ തന്നെ നമ്മുടെ ആ ഒരു എക്സ്പോർട്ട് റവന്യൂവിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അവർ. നമ്മുടെ വിദേശ നാണ്യശേഖരം ഇപ്പൊ കഴിഞ്ഞ മാസത്തെ നമ്മുടെ തൊട്ട് മുമ്പ് വന്ന ഒരു കണക്കെന്ന് പറയുന്നത് സർവകാല റെക്കോർഡാണ്. ഏതാണ്ട് $705 ബില്യൺ എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ IT ഒരു കോൺട്രിബ്യൂഷൻ വലിയ രീതിയിലുണ്ട്. ഇനിയും അതിനുള്ള ഒരു ഗ്രോത്തിന് സാധ്യതകളുണ്ട്. അപ്പൊ നമ്മള് ഒരു എന്താ പറയാ, ചില കമ്പനികൾ ഇപ്പോ നമ്മള് TCS പോലുള്ള ചില കമ്പനികളെ നമ്മളൊന്ന് അതിൽ എടുത്തു പറയുന്നത് നന്നായിരിക്കും. നമ്മള് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത്ര വലുതാണ്. എന്താണ് അവരുടെ ഒരു TCSന്റെ നമ്മൾ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 30 ബില്യൺ ആണ് അവരുടെ ആനുവൽ റവന്യൂ. അപ്പൊ അത്രയും വലിയ ഒരു റവന്യൂ ഉണ്ട്. 46 രാജ്യങ്ങളിൽ അവർക്ക് സാന്നിധ്യമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു 6 ലക്ഷത്തിലധികം എംപ്ലോയീസ് ഉണ്ടെന്നുള്ളത്. ഒരു നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോഴും നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ രണ്ടാമത്തെ വലിയ കമ്പനിയാണ്. റിലയൻസ് കഴിഞ്ഞാൽ പിന്നെ TCS ആണ്. ഈ പറയുന്ന ടാറ്റാ സൺസിന്റെ ഡിവിഡൻഡിന്റെ 80% TCS എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിയെ ഡിപെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇൻഫോസിസ് ആണെങ്കിലും ഒപ്പം വിപ്രോ, അതുപോലെ CTS, ഈ കമ്പനികളെല്ലാം CTSന്റെ ഇവിടെ ഇന്ത്യൻ സബ്സിഡറിയാണ് ഇവിടെ ഉള്ളത്, പുറത്തുനിന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ഡിഫൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ശൈശവദശ പിന്നിട്ടു. നമ്മൾ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ 10 വർഷം മുൻപ് 600 കോടി രൂപ എന്നുള്ളതിൽ നിന്ന് 20,000 കോടി രൂപയിലേക്ക് നമ്മുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. 370ഓളം കമ്പനികൾ ആ മേഖലയിലുണ്ടെന്ന് ആണ് കണക്കുകൾ പറയുന്നത്. ഒപ്പം 90ഓളം രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഡിഫൻസ് പ്രോഡക്ട്സ് കയറ്റി അയക്കുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ ഈ അടുത്ത നാളുകളിൽ ബ്രഹ്മോസിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം പിനാക്ക റോക്കറ്റ് സിസ്റ്റം നമ്മൾ അർമേനിയക്ക്, ഒപ്പം വിയറ്റ്നാം, ഈ അടുത്തിടെ ഫ്രാൻസ് പോലും അതിൽ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഗ്രോത്തിനുള്ള സാധ്യതകളുണ്ട്. പല പുതിയ കമ്പനികൾ വരുന്നു. ഒപ്പം നിലവിൽ നമ്മുടെ ഇവിടെ ഉള്ള കമ്പനികൾ ഫോറിൻ കമ്പനികളുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സംയുക്ത സംരംഭങ്ങൾ, ടാറ്റയും ബോയിങ്ങും ചേർന്നിട്ട്, ഒപ്പം ടാറ്റ ലോക്ഹീഡ് മാർട്ടിനുമായിട്ട് ചേർന്നിട്ടുള്ള US കമ്പനികളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈ സമീപകാലത്ത് ഡിഫൻസ് എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന US-ലേക്കാണ്. ശരി, അത്തരത്തില് വലിയ ഡെവലപ്മെന്റ്സ് ആണ് ഡിഫൻസിലേക്ക് സംഭവിക്കുന്നത്. ഡിഫൻസിന്റെ ഈ ഒരു മേഖലയിൽ വരുന്ന ഒരു സമഗ്രമായ മാറ്റത്തിന് ഒരു കാരണം നമ്മൾ പറയേണ്ടത് ശരിക്കും അതിന്റെ ഒരു ഗവൺമെന്റ് നയങ്ങളിലും പോളിസികളിലും ഉള്ള അപ്രോച്ചിലൊക്കെ ഉള്ള ഒരു മാറ്റം, അതുകൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നുണ്ട്. നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രതിരോധ മന്ത്രി നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. അതിർത്തിയിലെ റോഡുകൾ നന്നാക്കിയാൽ ചൈന ഇങ്ങോട്ട് വന്ന് എളുപ്പത്തിൽ കയറും, അപ്പൊ അതുകൊണ്ട് നമ്മൾ റോഡ് നന്നാക്കാതെ ഇതെന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പോളിസിയാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അതിൽ വന്നിട്ടുണ്ടെന്ന് വേണം. അത് വലിയ രീതിയിൽ ഈ ഉയർച്ച വിദേശ നാണ്യത്തെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു നമുക്ക് കരുതാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. ഇന്ത്യ വളരുകയാണ്, ഇന്ത്യ കുതിക്കുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ ആ കുതിപ്പിന് ശക്തിയായി നിൽക്കുന്ന 2 കരങ്ങളാണ് IT-യും പ്രതിരോധവും. ഈ മേഖലകളിലെ കുതിപ്പ് രാജ്യത്ത് ഒന്നാകെ വലിയ ഉന്മേഷത്തിനും വലിയ വളർച്ചയ്ക്കും കാരണമാകുമെന്നതിൽ സംശയമില്ല. ഇന്നത്തെ വെൽത്ത് വ്യൂസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യൻ വളർച്ചയുടെ മറ്റ് ചില കഥകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.